അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 30 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ചിത്രാംഗദ പ്രഥമജോ രൂപവാൻ ശത്രുതാപന ബഭൂവ നൃപതേ പുത്ര സർവലക്ഷണ സംയുത. വിചിത്രവീര്യാനാമാസൗ ദ്വിതീയ സമജായത. സോപി സർവഗുണോപേത ശന്തനോ സുഖവർധന. ഗാംഗേയ പ്രഥമസ്തസ്യ മഹാവീരോ ബലാധിക. തഥൈവ തൗ സുതൗ ജാതൗ സത്യവത്യാം മഹാബലൗ. ശന്തനുസ്താൻ സുതാൻ വീക്ഷ്യ സർവലക്ഷണ സംയുതാൻ. അമംസ്താജയ്യമാത്മാനം ദേവാദീനാം മഹാമനാം. അധ കാലേന കിയത ശന്തനുകാലപര്യയാൽ. തത്യാജ ദേഹം ധർമാത്മാ ദേഹി ജീർണമിവാംബരം. കാലധർമ്മഗതേ രാജ്ഞി ഭീഷ്മശ്ചക്രേ വിധാനത. പ്രേതകാര്യാണി സർവാണി ദാനാനി വിവിധാനി ച. ചിത്രാംഗദം തതോ രാജ്യേ സ്ഥാപയാമാസ വീര്യവാൻ. സ്വയം ന കൃതവാൻ രാജ്യം തസ്മാൽ ദേവവ്രതോ ഭവൽ. ചിത്രാംഗദസ്തു വീര്യേണ പ്രമത്തപരദുഃഖദ. ബഭൂവ ബലവാൻ വീര സത്യവത്യാത്മജ ശുചി. അധൈകദാ മഹാബാഹു
സൈന്യേന മഹതാവൃത പ്രചചാര വനോദ്ദേശാൻ പശ്യൻ വധ്യാൻ മൃഗാൻ രുരുൻ ചിത്രാംഗദസ്തു ഗന്ധർവോ ദൃഷ്ട്വാ തം മാർഗഗം നൃപം ഉത്തതാരാന്തികം ഭൂമേർ വിമാനവരമാസ്ഥിത തത്രാഭൂച്ച മഹാദ്യുദ്ധം തയോ സദൃശവീര്യയോ കുരുക്ഷേത്രേ മഹാസ്ഥാനേ ത്രീണി വർഷാണി താപസ ഇന്ദ്രലോകമവാപാശു ഗന്ധർവേണ ഹതോരണേ ഭീഷ്മ ശ്രുത്വാ ചകാരാശു തസ്യൗദ്ധൈഹികം തദാ ഗാംഗേയകൃതശോകസ്തു മന്ത്രിഭിഃ പരിവാരിത വിചിത്രവീര്യനാമാനം രാജ്യേശം ചകാരഃ മന്ത്രിഭിർബോധിതാ പശ്ചാദ്ഗുരുഭിശ്ച മഹാത്മഭിഃ സ്വപുത്രം രാജ്യഗം ദൃഷ്ട്വാ പുത്രശോകഹതാപി ച സത്യവത്യതിസന്തുഷ്ടാ ബഭൂവ വരവർണിനി വ്യാസോപി ഭ്രാതരം ശ്രുത്വാ രാജാനം മുദിതോഭവൽ യൗവനം പരമം പ്രാപ്ത സത്യവത്യാ സുതശുഭാ ചകാര ചിന്താം ഭീഷ്മോപി വിവാഹാർത്ഥം കനീയസ കാശിരാജസുതാസ്തിസ്ര സർവലക്ഷണ സംയുതാ തേന രാജ്ഞാ വിവാഹാർത്ഥം സ്ഥാപിതാശ്ച സ്വയംവരെ രാജാനോ രാജപുത്രാശ്ച സമാഹൂതാ സഹസ്രശ ഇച്ഛാ സ്വയംവരാർത്ഥം വൈ പൂജ്യമാന സമാഗതാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 30 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി തർജ്ജമയായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആദ്യപുത്രൻ ചിത്രാംഗദൻ, സുന്ദരൻ ശത്രുതാപനൻ, രാജകീയ ലക്ഷണങ്ങൾ തികഞ്ഞവനും. രണ്ടാമൻ വിചിത്രവീര്യൻ, സർവഗുണ സമ്പന്നൻ താൻ, ശന്തനുവിൽ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. ശന്തനുവിൽ ആദ്യപുത്രൻ ഗാംഗേയനോ മഹാശക്തൻ, സത്യവതി പുത്രൻ നാരും മഹാശക്തർ താൻ. സർവലക്ഷണം തികഞ്ഞ പുത്രരെ കണ്ട ശന്തനു, ദേവന്മാർക്കും അജയ്യൻ താൻ എന്നു ചിന്തിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാലം കഴിഞ്ഞപ്പോൾ ധർമാത്മാവാം ശന്തനു താനുമോ, പഴയ വസ്ത്രമെന്ന പോൽ ദേഹം വെടിഞ്ഞു. രാജാവു മരിച്ച നേരം ഭീഷ്മരാകും മൂത്തപുത്രൻ പിതൃകർമ്മങ്ങളെ ചെയ്തു ദാനാദികളും. പരാക്രമി ഭീഷ്മർ ചിത്രാംഗദനെ രാജാവാക്കിനാൻ, രാജ്യഭാരം ഏറ്റതില്ല ദേവവ്രതനായി.
സത്യവതി സുതനാകും ചിത്രാംഗദൻ ബലവാനും ശത്രുക്കൾക്കു ദുഃഖമേകും വീരനുമല്ലോ. മഹാബാഹു ചിത്രാംഗദൻ സൈന്യത്തോടെ നായാട്ടിനായി പോയിരുരു മാനുകളെ തേടി നടന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിമാനത്തിൽ യാത്ര ചെയ്യും ചിത്രാംഗദനാം ഗന്ധർവൻ രാജാവിനെ കണ്ടു വിമാനത്തെ ഇറക്കി. തുല്യവീരന്മാരാമവർ ആ കുരുക്ഷേത്രത്തിൽ വെച്ചു 3 വർഷം നീണ്ടു നിന്ന യുദ്ധം നടത്തി. ഗന്ധർവനാൽ ചിത്രാംഗദൻ കൊല്ലപ്പെട്ടു സ്വർഗം പൂകി. ഭീഷ്മരോ പരലോക ക്രിയകൾ നടത്തി. ദുഃഖിതനാം ഗാംഗേയനോ മന്ത്രിമാരുമായി ചേർന്ന് വിചിത്ര വീര്യനെ രാജാവായി വാഴിച്ചു. പുത്രവിരഹത്താലേറെ ദുഃഖിതയാണെന്നാകിലും പുത്രൻ രാജാവായതിനെ കണ്ടതിനാലും വരവർണ്ണീനിയായുള്ള സത്യവതി സന്തോഷിച്ചു. വേദവ്യാസ ഭഗവാനും സന്തുഷ്ടനായി. സത്യവതി തൻ പുത്രനു യൗവനം തികഞ്ഞ കാലം ഭീഷ്മർ വിവാഹത്തിനായി പുറത്തിറങ്ങി. ഭീഷ്മർ വിവാഹത്തിനായി മുന്നിട്ടിറങ്ങി. കാശി രാജാവിനു സുന്ദരികളായ 3 മക്കൾ കല്യാണം സ്വയംവരമായി ചെയ്യാനുറച്ചു. ആയിരക്കണക്കിനായ രാജസമൂഹവുമെത്തി ഇച്ഛാസ്വയംവരത്തിനായി വന്നു പൂജ്യരായി. അമ്മേ ദേവി മഹാമായേ, അമ്മേ ലക്ഷ്മി മഹാമായേ, അമ്മേ ഭദ്രേ മഹാമായേ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി നാം ഓരോ ദിവസവും സമർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് 103-ാമത്തെ ദിവസം. പ്രഥമസ്കന്ധം 20-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 30 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ
അതിതേജസ്വിയായ ശന്തനു മഹാരാജാവിന് സത്യവതിയിലുണ്ടായ 2 പുത്രന്മാർ. അവരെ രണ്ടുപേരെയും ആ വേദവ്യാസൻ തൻ്റെ സഹോദരന്മാരായി മനസ്സിൽ വിചാരിച്ചു. മത്വാതൗ ഭ്രാതരോ വ്യാസ സുഖമാപ വനേ സ്ഥിത എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. പിന്നെ പറയുകയാണ്, രാജാവിന് ആദ്യം ജനിച്ച പുത്രൻ ചിത്രാംഗദൻ, രൂപസൗന്ദര്യം, ശത്രുക്കളെ സംഹരിക്കാനുള്ള കഴിവ്, ശത്രുതാപനൻ, രാജലക്ഷണങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ആള്. ചിത്രാംഗത പ്രഥമജോ രൂപവാൻ ശത്രുതാപന ബഭൂവ നൃപതേ പുത്ര സർവലക്ഷണ സംയുത, എല്ലാ ലക്ഷണങ്ങളും ചേർന്ന രാജലക്ഷണങ്ങളൊക്കെ പ്രത്യേകമായിട്ടുള്ള ചിത്രാംഗതൻ മൂത്താള്. രണ്ടാമത്തെ ആളുടെ പേരോ വിചിത്രവീര്യൻ എന്നാണ്. വിചിത്രവീര്യാനാമാസോ ദ്വിതീയ സമജായത. രണ്ടാമതായി ഉണ്ടായ ആള് വിചിത്രവീര്യൻ എന്ന പേരുള്ളവൻ. സോപി സർവഗുണോപേത ശന്തനോ സുഖവർദ്ധന. ഈ രണ്ടാമത്തെ ആളും അതെ എല്ലാ ഗുണങ്ങളും ചേർന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ശന്തനുവിന് വലിയ സന്തോഷത്തെ നൽകുന്നവനുമായിരുന്നു. രണ്ടുപേരും അങ്ങനെയാണ്. പ്രത്യേകിച്ചു വിചിത്രവീരനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. പിന്നെ ഗാംഗേയ, ശന്തനുവിന്റെ ആദ്യപുത്രൻ, ഗംഗാനദിയിൽ ഉണ്ടായ ഗാംഗേയൻ ഭീഷ്മര്. അദ്ദേഹം മഹാവീരോ ബലാധിക, മഹാപരാക്രമിയാണ്, അതിബലവാനുമാണ് എന്ന് പറയുന്നു. അപ്പൊ ശന്തനുവിന്റെ പുത്രനാണ് ഭീഷ്മര്, സത്യവതിയുടെ പുത്രനാണ് വേദവ്യാസൻ. ആ ബന്ധത്തെ നമുക്ക് ഒന്നുകൂടി അറിയാം. അപ്പൊ സത്യവതിക്ക് പരാശരമുനിയിലുണ്ടായ പുത്രൻ വേദവ്യാസൻ, ശന്തനുവിന് ഗംഗയിലുണ്ടായ പുത്രൻ ഗാംഗേയൻ എന്നറിയപ്പെടുന്ന ഭീഷ്മര്. വ്യാസമാതാവായിരിക്കുന്ന സത്യവതിയെ ശന്തനു വിവാഹം ചെയ്തു. അതിലുണ്ടായ 2 പുത്രന്മാരാണ് ചിത്രാംഗദൻ, വിചിത്രവീര്യൻ. അപ്പൊ ഇവിടെ ആ 2 പേര്. അപ്പൊ ഈ ഗാംഗേയനോ മഹാപരാക്രമിയാണ്, മഹാവീരോ ബലാധിക, അതിബലവാനാണ്. അതേപോലെ തന്നെ തഥൈവതൗ സുതൗ ജാതൗ സത്യവത്യ മഹാബലോ, സത്യവതിയിലുണ്ടായ 2 മക്കളും വിചിത്രവീര്യനും ആദ്യത്തെ ചിത്രാംഗദനും രണ്ടുപേരും മഹാശക്തന്മാരാണ്. ഇങ്ങനെ മക്കളൊക്കെ മഹാശക്തന്മാരായി വന്നപ്പോ ശന്തനുസ്താൻ സുതാൻ വീക്ഷ്യ, തന്റെ മക്കളെ കണ്ടിട്ട് സർവലക്ഷണ സംയുതാൻ, എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ തന്റെ മക്കളെ കണ്ടപ്പോ അമംസ്താജയന്മാത്മാനം, എന്തു വിചാരിച്ചു? ദേവന്മാർക്ക് പോലും, ദേവാദീനാം മഹാമന, ദേവാദികൾക്ക് പോലും തന്നെ ജയിക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെയോ കാലം കഴിഞ്ഞു. അധ കാലേന കിയതാ ശന്തനു കാലം പര്യാത്. എന്താ ഈ ശന്തനു കാലവിപര്യം കൊണ്ട് മരിച്ചു. ഏതുപോലെ തത്യാജ ദേഹം ധർമാത്മാ ദേഹി ജീർണമിവാംബരം, പഴയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ. നമ്മൾ ആ ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, അവിടെ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി, മറ്റൊരു ദേഹം എടുക്കുന്നു, അല്ലേ? ആ വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെ അത്രേ. അതാണ് മനുഷ്യന്റെ അവസ്ഥ എന്നാണ്. ഏതായാലും ശരീരം ഉപേക്ഷിച്ചു. കാലധർമ്മഗതേ രാജ്ഞി ഭീഷ്മശ്ചക്രേ വിധാനത, പ്രേതകാര്യാണി സർവാണി ദാനാനി വിവിധാനി ച. ഇവിടെ കാലം കഴിഞ്ഞപ്പോൾ ധർമാത്മാവായ ശന്തനു മരിച്ചുല്ലോ. ആ രാജാവ് കാലധർമ്മം പ്രാപിച്ചപ്പോൾ ഭീഷ്മർ വിധിയാം വണ്ണം പിതൃകർമ്മങ്ങളൊക്കെ വേണ്ട പോലെ നടത്തി. അതേപോലെ ദാനാനി വിവിധാനി ച, പലതരത്തിലുള്ള ദാനങ്ങളും നടത്തി അച്ഛൻ ശേഷം. എന്നിട്ടോ ചിത്രാംഗതം തതോ രാജ്യേ സ്ഥാപയാമാസ വീര്യവാൻ സ്വയം ന കൃതവാൻ രാജ്യം തസ്മാൽ ദേവവ്രതോ ഭവൽ. പരാക്രമശാലിയായിരിക്കുന്ന ഭീഷ്മര് പിന്നെ എന്ത് ചെയ്തു? മൂത്തപുത്രൻ ഭീഷ്മരാണ്. പക്ഷേ ചിത്രാംഗതനെ, സത്യവതിയിലുണ്ടായ പുത്രനെ രാജാവായി വാഴിച്ചു. ഭീഷ്മര് സ്വയം രാജാവായില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ദേവവ്രതൻ, ഭീഷ്മർ എന്ന പേര് തന്നെ വന്നത് അതുകൊണ്ടാണ്. ഭീഷ്മശപഥം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ അദ്ദേഹം വിവാഹം കഴിക്കില്ല എന്നും രാജാവാവില്ല എന്നും ഉറപ്പിച്ചു, തൻ്റെ അച്ഛനു വേണ്ടി, അല്ലെങ്കിൽ അച്ഛൻ വിവാഹം ചെയ്ത സത്യവതി എന്ന അമ്മയ്ക്ക് വേണ്ടിയൊക്കെ. അങ്ങനെ പിന്നീട് ചിത്രാംഗതസ്തു വീര്യേണ പ്രമത്ത പരദുഃഖത ബഭൂവ ബലവാൻ വീര സത്യവതി ആത്മജശുചി. സത്യവതി സുതനായ ആ ചിത്രാംഗതൻ ബലം കൊണ്ട് ഉന്മത്തനായി, ശത്രുക്കൾക്ക് മുഴുവൻ ദുഃഖത്തെ നൽകുന്നവനായി, പരദുഃഖത, ശുദ്ധനായി, വീരനായി, ബലവാനായി
അധൈകത അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മഹാബാഹു സൈന്യേന മഹതാവൃത, മഹാബാഹുവായ ചിത്രാംഗതൻ അനേകം സൈന്യങ്ങളോടുകൂടി പ്രചചാര വനോദ്ദേശാൻ പശ്യാൻ വാദ്യാൻ മൃഗാൻ രുരുൻ, വേട്ടയാടാൻ വേണ്ടി നായാട്ടിനായിട്ട് വനത്തിലേക്ക് പോയി അവിടെ മാനുകള്, രുരു തുടങ്ങിയ മൃഗങ്ങള്, രുരുക്കൾ, അതേപോലെ മാനുകൾ, ഇതിനെയൊക്കെ തേടി അവിടെ ഇങ്ങനെ നടക്കുകയാണ്. ചിത്രാംഗതസ്തു ഗന്ധർവോ ദൃഷ്ട്വാതം മാർഗകം നൃപം. ഇപ്പൊ ചിത്രാംഗതൻ എന്ന രാജാവ് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ചിത്രാംഗതൻ എന്നു പേരുള്ള ഒരു ഗന്ധർവൻ, അദ്ദേഹം ആകാശത്തിലൂടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു. രാജാവിനെ കണ്ടു. ഉത്തതാരാന്തികം ഭൂമേർ വിമാനപരമാസ്ഥിത, വിമാനം താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. എന്നിട്ടോ തത്രാഭൂച്ച മഹാദ്യുദ്ധം തയോ സദൃശവീര്യയോഹോ, രണ്ടുപേരും തുല്യവീര്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഹേ താപസ, അവർ തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് കുരുക്ഷേത്രേ മഹാസ്ഥാനെ 3 വർഷാണി താപസ, എത്ര വർഷം ഉണ്ടായി യുദ്ധം? 3 വർഷം അവർ തമ്മിൽ ഏറ്റുമുട്ടി. തുല്യബലമാണുള്ളതായതുകൊണ്ട് ആരും ജയിച്ചില്ല, ആരും തോറ്റുമില്ല. എന്നാൽ ഇന്ദ്രലോകം അവാപാശു ഗന്ധർവേണ ഹതോരണെ, അവസാനം ആര് മരിച്ചു? രാജാവായ ചിത്രാംഗതൻ മരിച്ചു, സ്വർഗം പോകി. അങ്ങനെ ശന്തനുവിൻ്റെ പുത്രൻ ചിത്രാംഗതൻ മരിച്ചു. ഇതറിഞ്ഞു ഭീഷ്മര്. അദ്ദേഹത്തിന് വേണ്ടി ആ തസ്യൗദ്ധദൈഹികം തഥാ, അദ്ദേഹത്തിന് വേണ്ട പരലോകക്രിയകളൊക്കെ ചെയ്തു വേണ്ടതുപോലെ. ഗാംഗേയ കൃതശോകസ്തു മന്ത്രിഭി പരിവാരിത, ദുഃഖിതനായി. തൻ്റെ സഹോദരനാണ് ഒരർത്ഥത്തിൽ മരിച്ചത്, അപ്പം അതുകൊണ്ട് വിഷമിച്ചു. മന്ത്രിമാരൊക്കെ ആയിട്ട് ആലോചിച്ചു. എന്നിട്ട് വിചിത്രവീര്യനാമാനം രാജ്യേശം ചകാരഹ, വിചിത്രവീര്യൻ എന്ന ആ ശന്തനുവിൻ്റെ 2ാമത്തെ മകനെ രാജാവാക്കി അഭിഷേകം ചെയ്തു, വാഴിച്ചു എന്ന് പറയുന്നു. മന്ത്രിഭിർ ബോധിതാ പശ്ചാൽ ഗുരുഭിശ്ച മഹാത്മഭി സ്വപുത്രം രാജ്യകം ദൃഷ്ട്വ പുത്രശോകഹതാപിച്ച. തൻ്റെ ഒരു മകൻ മരിച്ചു, ആ വിഷമം ഉണ്ട്, ദുഃഖിതയാണെങ്കിലും മന്ത്രിമാരും പിന്നെ മഹാജനങ്ങളായിരിക്കുന്ന ഗുരുക്കന്മാരും ഒക്കെ സാന്ത്വനപ്പെടുത്തിയപ്പോൾ തൻ്റെ മകന് രാജ്യഭാരം കിട്ടിയത് കണ്ടപ്പോൾ സത്യവത്യതി സന്തുഷ്ട, സത്യവതി വലിയ സന്തോഷമുള്ളവളായി തീർന്നു. ബഭൂവ വരവർണിനി സത്യവതി എന്നാണ്. വരവർണിനിയായ അതിസുന്ദരിയായ സത്യവതി വളരെയധികം സന്തോഷിച്ചു. വ്യാസോപി ഭ്രാതരം ശ്രുത്വ രാജാനം മുദിതോ ഭവൽ, വ്യാസനും തൻ്റെ സഹോദരൻ രാജാവായു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം അനുഭവിച്ചു. യൗവനം പരമം പ്രാപ്ത സത്യവത്യാ സുതശുഭ ചകാര ചിന്താം ഭീഷ്മോപി വിവാഹാർത്ഥം കനീയസ. തൻ്റെ കനീയസനായിരിക്കുന്ന അനുജനായിരിക്കുന്ന ആ വിചിത്രവീര്യൻ്റെ വിവാഹപ്രായം എത്തിയപ്പോൾ സത്യവതിയുടെ ആ ഉത്തമനായ പുത്രന് യൗവനം തികഞ്ഞു. യൗവനം പരമം പ്രാപ്തം. ചകാര ചിന്താം ഭീഷ്മോപി, ഭീഷ്മരെ ആലോചിച്ചു. എന്താ? തൻ്റെ അനുജൻ്റെ വിവാഹത്തിന് വേണ്ടി. തനിക്ക് വിവാഹമില്ലാന്ന് തീരുമാനിച്ചേക്കാണ്. ആ സമയത്താണ് മനസ്സിലാവുന്നു കാശിരാജസുതാസ്തിസ്ര, കാശിരാജാവിന് സർവലക്ഷണ സംയുതകളായിരിക്കുന്ന 3 പുത്രിമാരുണ്ട് കാശിരാജാവിന്. അദ്ദേഹം അവരുടെ വിവാഹത്തിനു വേണ്ടി സ്വയംവരം നിശ്ചയിച്ചു. ഇഷ്ടസ്വയംവരം എന്നാണ് പറയുക, ഇച്ഛാസ്വയംവരം എന്നൊക്കെ പറയും. നമുക്ക് ഇഷ്ടമുള്ള ആളെ കയ്യിലുള്ള വരണമാല്യം അണിയിക്കുക. അങ്ങനെ പെൺകുട്ടികൾക്ക് ആ വന്നിരിക്കുന്ന രാജകുമാരന്മാരിൽ ആരെയാണോ ഇഷ്ടം അവരെ വിവാഹം കഴിക്കാം. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം രാജാവിൻ്റെ രാജകുമാരൻ്റെ ഗുണഗണങ്ങളൊക്കെ ഒപ്പമുള്ള ആളുകൾ വർണ്ണിക്കും. ഇന്ന രാജ്യത്തെ രാജാവാണ്, പരമശക്തനാണ്, ഇത്ര ചതുരംഗ സൈന്യമുണ്ട്, ഇത്ര രാജ്യത്തിൻ്റെ അതിർത്തി ഇത്രയുണ്ട്, ഇത്ര ധനമുണ്ട് എന്നൊക്കെ പറയും. പിന്നെ കണ്ടാലുള്ള സൗന്ദര്യം അതും അറിയാം, കണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെ വിവാഹം ചെയ്യുക, അങ്ങനെയുള്ള ഏർപ്പാടാണ് അവിടെ ആക്കിയിരുന്നത്. രാജാനോ രാജപുത്രാശ്ച, രാജാക്കന്മാരെയും രാജപുത്രന്മാരെയും സമാഹൂത സഹസ്രശ, 1000കണക്കിന് പേരെ ക്ഷണിച്ചു. ഇച്ഛാസ്വയംവരാർത്ഥം, എന്തിനു വേണ്ടിയിട്ടാണ്? ഇച്ഛാസ്വയംവരത്തിനു വേണ്ടി. എന്നിട്ടോ അവര് വന്നവരൊക്കെ തന്നെ ഈ രാജാവിനാൽ സംപൂജ്യന്മാരായി. പൂജ്യമാനാ സമാഗത, അവരൊക്കെ വളരെ പൂജ്യമായ ആ പൂജകളൊക്കെ സ്വീകരിച്ചു എന്ന് പറയുന്നിടത്താണ് 30ാമത്തെ ശ്ലോകം സമർപ്പിക്കപ്പെടുന്നത്. 31ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. എല്ലാവരെയും
ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഭഗവത്പാദങ്ങളിൽ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ഓം ഹ്രീം ദുർഗായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.